ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഫെങ്ഷി ഇന്ത്യയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു പ്യുവർ ഫെങ്ഷി വീഡിയോ ആണ് ചെയ്യുന്നത്. ഫെങ്ഷി ടിപ്സ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഒരുപാട് പേരെങ്കിലും നമ്മളെ വിളിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, ഓഫീസ് സെറ്റപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണുള്ളത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നമ്മൾ ഒരുപാട് സമയമെങ്കിലും നമ്മൾ ഓഫീസിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ എനർജിയെ പ്രോപ്പറായിട്ട് ബാലൻസ് ചെയ്യേണ്ടതും അവിടുത്തെ അറേഞ്ച്മെന്റ്സ് പ്രോപ്പർ ആക്കേണ്ടതും വളരെയധികം അത്യന്താപേക്ഷിതമാണ് നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നതിനായിട്ട്. അപ്പൊ ഇത് അപ്ലിക്കബിൾ ആവുന്നത് ആർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി സ്വന്തമായിട്ടൊരു സ്ഥാപനം നടത്തുമ്പോൾ അതിനൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്തിട്ടുള്ള ആളുകൾ, അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ ഒരു സ്വന്തം ഒരു ഓഫീസ് ഒരു ക്യാബിൻ നിങ്ങൾക്ക് അലൗഡ് ആയിട്ട് കിട്ടിയിരിക്കുന്ന ആളുകൾക്കൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ആളുകൾക്കും ചെറിയ ചെറിയ ടിപ്സ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നമ്മളുടെ ഒരു വർക്കിംഗ് ഏരിയനെ ഏറ്റവും ഭംഗിയാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മുടെ റിസൾട്ടിനെ നല്ലപോലെ ബാധിക്കുകയും ചെയ്യും. അപ്പൊ അതിനകത്ത് കുറച്ച് പ്രോഡക്ട്സിന്റെ യൂസേജ് പറയുന്നുണ്ട്. അതേപടി തന്നെ നമ്മൾ ഇരിക്കേണ്ട രീതികളെ കുറിച്ചൊക്കെ നമ്മൾ അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആദ്യം തന്നെ എന്താ വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ഓഫീസ് ക്യാബിൻ എപ്പോഴും വളരെ നീറ്റ് ആയിരിക്കുക, നല്ല പ്ലസന്റ് സ്മെല്ല് കിട്ടുന്ന രീതിയിൽ ഇരിക്കുക, നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലാക്കുക, നല്ല എയർ വരുന്ന രീതിയിൽ ആക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത്. പിന്നീട് എന്താന്ന് വെച്ചാൽ നമ്മുടെ ഫേസിംഗ് ഡയറക്ഷൻ, ഇത് ഒരുപാട് പേർക്കുള്ള സംശയമുള്ളതാണ്. അപ്പൊ ആസ് പെർ ഫെങ്ഷി നമ്മളുടെ ഏറ്റവും ഉചിതമായിട്ടുള്ള ഫേസിംഗ് ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്പർ അനുസരിച്ചുള്ള 4 ഓസ്പീഷ്യസ് ഡയറക്ഷനുകളിലെ വെൽത്ത് ഡയറക്ഷനെ സൂചിപ്പിക്കുന്ന ഡയറക്ഷനിലേക്ക് നമ്മൾ ഫേസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുപാട് നല്ലതായിരിക്കും. അതല്ലെങ്കിൽ പേഴ്സണൽ ഗ്രോത്തിന്റെ, അതായത് സെക്കൻഡ് ഓസ്പീഷ്യസ് ആയിട്ടുള്ള പേഴ്സണൽ ഗ്രോത്ത് ഡയറക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ലപോലെ യൂസ്ഫുൾ ആയിരിക്കും. അതിന് നമ്മുടെ നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. ആ നമ്പറിനെ ബേസ് ചെയ്ത് നമ്മളുടെ വെൽത്ത് ഡയറക്ഷൻ ഏതാണ്, പേഴ്സണൽ ഗ്രോത്ത് ഡയറക്ഷൻ ഏതാണെന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ. ഈസി ആയിട്ട് നമ്പർ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ യൂസേജ് വരുത്താവുന്ന, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇനി ഇത് രണ്ടും പറ്റിയില്ലെങ്കിലും ഏതെങ്കിലും ഓസ്പീഷ്യസ് ഡയറക്ഷനിലേക്ക് വരുത്തുക. കാരണം 4 സപ്പോർട്ടിംഗ് ഡയറക്ഷൻസ് നമുക്കുണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ഫേസിംഗ് ഡയറക്ഷനിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഡയറക്ഷനിലേക്ക് വരുത്തുക എന്നുള്ളത് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പുറകുവശം, നമ്മൾ ഇരിക്കുന്നതിന്റെ പുറകുവശം എപ്പോഴും ഒരു സോളിഡ് വാൾ ആവാനായിട്ട് ശ്രദ്ധിക്കുക. അവിടെ നല്ലൊരു ചുമര്, ഒരു സപ്പോർട്ടിനെയാണ് ശരിക്കും ഒരു വാൾ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഒരു സോളിഡ് വാൾ നമ്മളുടെ പുറകിലുണ്ട് എന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അത് വരാവുന്ന ഒരു കാര്യം, ചില സ്ഥലങ്ങളിലും അവിടെ ജനലായിരിക്കും ഉണ്ടാവുക, വലിയ വിൻഡോസ് ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളവിടെ ചെയ്യേണ്ടത്, ആ വിൻഡോസിൽ നല്ല തിക്കായിട്ടുള്ള ഒരു കർട്ടൻ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ നമ്മളൊരു മൗണ്ടൈൻ പിക്ചർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. മൗണ്ടൈൻ പിക്ചർ എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളമോ അതല്ലെങ്കിൽ പ്ലാന്റോ ഒന്നും ഇല്ലാത്ത ഒരു പ്ലെയിൻ ആയിട്ടുള്ള നല്ലൊരു മൗണ്ടൈൻ പിക്ചർ. അത് ഏറ്റവും നല്ലതായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ കൈലാസ് മൗണ്ടൈൻ പിക്ചറുകൾ നമുക്ക് ഗൂഗിളിലൊക്കെ അവൈലബിൾ ആണ്. നെറ്റിൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഗൂഗിളിൽ നമ്മൾ കൈലാസ് മൗണ്ടൈൻ പിക്ചർ ഇമേജസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പൊ അതൊന്ന് ഒരു A3 സൈസിൽ എടുത്തിട്ട് അതൊന്ന് ഫ്രെയിം ചെയ്ത് നമ്മുടെ പുറകിലായിട്ട് വെക്കുന്നത് നമുക്ക് നല്ല സപ്പോർട്ട് ഫീൽ ചെയ്യുന്നതിനായിട്ട് സൂചിപ്പിക്കുന്നതായിരിക്കും. അതേപടി തന്നെ വരുന്നൊരു കാര്യമാണ്, നമ്മുടെ ഓഫീസ് ടേബിളിന്റെ ഫ്രണ്ട് പോർഷൻ എപ്പോഴും കവേർഡ് ആയിരിക്കണം. അതായത് നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളുകൾ, നമ്മുടെ ക്ലയൻസോ ആരായിരിക്കണം, അവർ നമ്മുടെ കാല് കാണുന്ന രീതി, അവിടെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാവരുത്, അത് കവർ ആയിരിക്കണം. അപ്പൊ ഒന്നില്ലെങ്കിൽ ആ ടേബിൾ ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതല്ലെങ്കിൽ നല്ല ഒരു കവർ ഇട്ടിട്ട് ആ ഒരു പോർഷൻ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതേപടി തന്നെ വരുന്നൊരു കാര്യമാണ്, ഇപ്പോൾ നമുക്കൊരു ഹൈ ബാക്ക് റെസ്റ്റ് ഉള്ള ഒരു ചെയർ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ലൈറ്റ്ലി ഹൈറ്റിലായിരിക്കണം നമ്മൾ ഇരിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ക്ലയൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരേ ലെവലിലല്ലാതെ സ്ലൈറ്റ്ലി ഹൈറ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ചും കൂടെ ഹൈ ബാക്ക് കൊടുക്കുന്നത് നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മെയിൻ ഡോറിനെ നേരെ ഫേസ് ചെയ്ത് ചെയർ ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ഓഫീസിന്റെ നേരെ മെയിൻ ഡോറിനെ ഫേസ് ചെയ്തല്ലാതെ കുറച്ച് സൈഡിലേക്ക് മാറിയിട്ടുള്ള രീതിയിലായിരിക്കണം അത് ഫേസ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ മുകളിൽ വലിയ ബീമുകൾ ഉണ്ടെങ്കിൽ അതിനുള്ള റെമഡിയും കൊടുക്കുന്നുണ്ട്. ബീമിന്റെ ഒരു റെമഡിയുടെ വീഡിയോ നമ്മൾ ആക്ച്വലി ചെയ്യാൻ പോകുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. 2 ബാംബു ഫ്ലൂട്ട് വെച്ചിട്ട് ചെയ്യേണ്ട രീതിയിൽ ഞാൻ എന്റെ പിക്ചർ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതല്ലെങ്കിൽ ആ ബീമുകൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക, അല്ലെങ്കിൽ ആ ബീമുകളുടെ എഡ്ജ് ഇങ്ങനെ കർവ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും വളരെയധികം നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ബ്രൈറ്റ് ലൈറ്റ്, ഈ നമ്മളുടെ പുറകു വശത്തുനിന്ന് സ്ട്രോങ് ആയിട്ടുള്ള ലൈറ്റ് വരുന്ന രീതിയിൽ ടേബിൾ സെറ്റ് ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നമുക്ക് പ്രാക്ടിക്കലി നോക്കണം, നമ്മുടെ ഏതൊരു സൈഡിൽ നിന്ന് വരുന്നതായിരിക്കും നല്ലത്. എസ്പെഷ്യലി ലെഫ്റ്റ് സൈഡിൽ നിന്നായിരിക്കും ലൈറ്റ് നല്ലതായിരിക്കും, അല്ലെങ്കിൽ നേരെ മോളിൽ നിന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മുടെ പുറകു വശത്തുനിന്ന് ബ്രൈറ്റ് ലൈറ്റ് വരുന്നത് നമുക്ക് അധികം സപ്പോർട്ടിംഗ് ആയിട്ട് കണ്ടിട്ടില്ല, നല്ലതല്ല. അത് ബേസിക്കലി സൂചിപ്പിക്കുന്ന നമുക്ക് ബാക്ക് സ്റ്റാബിങ് വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മളുടെ പുറകിൽ ആളുകൾ സംസാരിക്കുന്ന രീതി, എന്താ പറയുക, റൂമേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് വലിയൊരു ഓഫീസ് അറ്റ്മോസ്ഫിയർ ഒക്കെ ആണെങ്കിൽ.
അതേപടി തന്നെ വരാൻ സാഹചര്യമുള്ള സംഗതിയാണ്. കുറെ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സ് ഭയങ്കര സ്ട്രോങ് ആണെങ്കിൽ ചെയ്യാവുന്ന ഒരു ഫെങ്ഷെ ടൂളാണ് റൂസ്റ്റർ സ്റ്റാച്ചു. അതായത് ഇത് ഓഫീസ് പൊളിറ്റിക്സിനെയൊക്കെ തട്ടിക്കളയുന്നതിനായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ വർക്കിംഗ് ടേബിളും ഒരു റൂസ്റ്റർ സ്റ്റാച്ചു വയ്ക്കുന്നത് വളരെ എഫക്റ്റീവ് ആണ്. അതേപടി വയ്ക്കാവുന്ന ഒരു ഫെങ്ഷെ ടൂളാണ് നമുക്ക് റൂയിയെ കുറിച്ച് നമ്മൾ മുന്നേ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് അതോറിറ്റിയുടെ പവറിന്റെ ഒക്കെ സൂചനയാണ് വരുന്നത്. അപ്പൊ ഇത് ഒരെണ്ണം നമ്മുടെ ഓഫീസ് ടേബിളും ഇങ്ങനെ ജസ്റ്റ് വെക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ നോർത്ത് വാളിൽ ഒരു ചെറിയ സ്റ്റാൻഡ് പോലെ ചെയ്തിട്ട് വെക്കുകയെ അതല്ലെങ്കിൽ അത് ഹാങ് ചെയ്യുന്നതും വളരെയധികം എഫക്റ്റീവ് ആയിട്ട് വരുന്നതായിരിക്കും. അതേപടി മറ്റ് വെൽത്ത് സിമ്പിൾസ് എല്ലാം തന്നെ ഒരു ചെറിയൊരു വെൽത്ത് ബൗളോ അതല്ലെങ്കിൽ ഒരു ഇൻഗോട്ട്, ഗ്ലോബൽ വെൽത്ത് സിമ്പിൾ ആണ് ഇൻഗോട്ട് എന്ന് പറയുന്നത്. ഒരു ഇൻഗോട്ടോ ഒക്കെ നമ്മുടെ ഓഫീസ് ടേബിളുമ്പോൾ വെക്കുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ കഴിഞ്ഞ റീസെന്റ് വീഡിയോയിൽ പറഞ്ഞു പോയതാണ് ഹോഴ്സസ് ആൻഡ് ഫിനിക്സിന്റെ ഒരു ഇമേജ്. അതായത് റണ്ണിങ് ഹോഴ്സസും ഒരു ഫിനിക്സ് ബേർഡിന്റെയുമായിട്ടുള്ള ഇമേജ് നമ്മുടെ ഓഫീസിന്റെ സൗത്ത് വാളിൽ തീർച്ചയായിട്ടും നമ്മളുടെ സക്സസിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഗുഡ് വിൽ, ഫെയിം ലക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ഹോഴ്സസ് ആൻഡ് ഫിനിക്സ് ഇമേജ് വരുന്നത്. അത് സൗത്ത് വാളിലായിട്ട് പ്ലേസ് ചെയ്യുന്നതും വളരെയധികം സക്സസിനെ ഫാസ്റ്റ് ആക്കുന്നതിനായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വാട്ടർ ഫീച്ചർ, ഒരു ചെറിയ ഒരു അക്വേറിയം ആവാം. അക്വേറിയം ഓഫീസിൽ മെയിൻറ്റെയിൻ ചെയ്യൽ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് നമുക്ക് ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ ചെയ്താലും മതി. അപ്പൊ സൗത്ത് ഈസ്റ്റ് സെക്ടറിലായിട്ട് നമ്മുടെ ഓഫീസിന്റെ സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടൻ കൊടുക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. വെൽത്ത് ക്രിയേഷനായിട്ട് വളരെ സപ്പോർട്ടിംഗ് ആണ്. അതുപോലെ നമ്മുടെ ഓഫീസിന്റെ നോർത്ത് വാളിലായിട്ട് ഇപ്പൊ ഫെങ്ഷെ പ്രകാരമാണെങ്കിൽ ക്വാൻകുങ് എന്നുള്ളൊരു സപ്പോർട്ടിംഗ് ഗോഡിന്റെ ഒരു ഇമേജ് കൊടുക്കണം, നല്ലതായിരിക്കും. അതല്ലെങ്കിൽ നമ്മളുടെ ഒരു ആൻസസ്റ്ററുടെ ഒരു പിക്ചർ അവിടെ വെക്കുന്ന നല്ലതായിരിക്കും. അല്ലെങ്കിൽ മെന്ററുടെ പിക്ചർ വെക്കുന്ന നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കാണുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളുടെ അല്ലെങ്കിൽ നമ്മുടെ മെന്റർ കൈൻഡ് ഓഫ് ആ ഒരു രീതിയിലുള്ള ഒരാളുടെ ഒരു ഇമേജ് നമുക്ക് നോർത്ത് വെസ്റ്റ് വെക്കുന്നതൊക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കുന്നതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, ഓഫീസിനെ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേപടി നമ്മൾ ആണ് അവിടുത്തെ ഒരു കമാൻഡിങ് പൊസിഷൻ ഉള്ളത്. കുറച്ച് പേര് നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസിനെ നേരിട്ട് കാണാവുന്ന രീതിയിൽ പ്ലേസ് ചെയ്യുന്നതും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മുടെ പുറകിലല്ല, നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അവരുടെ ആക്ടിവിറ്റീസിനെ മോണിറ്റർ ചെയ്യാവുന്ന രീതിയിലേക്ക് ടേബിൾ സെറ്റ് ചെയ്യുന്നതും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത് ആദ്യ പറഞ്ഞാണ് ഏറ്റവും പ്രധാനപ്പെട്ടായിട്ടുള്ളത്. അതായത് കോ നമ്പർ പ്രകാരം നമ്മുടെ ഏറ്റവും ഓസ്പിഷ്യസ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഈ രീതിയിൽ നിങ്ങൾ ഓഫീസ് സെറ്റ് ചെയ്യുക. അതേപടി പ്ലാന്റുകൾ നമുക്ക് സൗത്ത് ഈസ്റ്റിൽ വേണമെങ്കിൽ ഒരു നല്ലൊരു പ്ലാന്റ് കൊടുക്കാവുന്നതാണ്. ഈസ്റ്റിൽ നല്ല പ്ലാന്റ് കൊടുക്കാവുന്നതാണ്. സൗത്ത് സെക്ടറിൽ നമുക്ക് ഒരു നല്ല പ്ലാന്റ് കൊടുക്കാവുന്നതാണ്. കാരണം സൗത്തിൽ വെച്ചാൽ നമ്മുടെ ഫെയിം ലക്കിനെയും സൗത്ത് ഈസ്റ്റ് ആണെങ്കിൽ നമ്മുടെ വെൽത്ത് ലക്കിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഇനി കൂടുതൽ സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നെ പേഴ്സണലി കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോന്റെ താഴെ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഓഫീസ് ടേബിൾ ഓഫ് കോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ എഫേർട്ട് കൂടുതലായിട്ട് പോകുന്ന ഒരു സ്ഥലമാണ്, നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അത് വളരെ ഭംഗിയായിട്ട് നീറ്റായിട്ട് അറേഞ്ച് ചെയ്യുക. കാരണം അറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ ഫെങ്ഷയുടെ മറ്റൊരു പേരാണ് ശരിക്കും ആർട്ട് ഓഫ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓരോ കാര്യങ്ങളും വെക്കേണ്ട പോലെ വെക്കേണ്ട സ്ഥലത്ത് വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ച് നമുക്ക് നല്ല റിസൾട്ട്സ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നല്ല മാറ്റങ്ങൾ ഉണ്ടാവട്ടെ. ഭംഗിയായിട്ട് നിങ്ങളുടെ ഓഫീസൊക്കെ സെറ്റ് ചെയ്യുക. എല്ലാവർക്കും വിജയം നേരുന്നു. നല്ല സംഭവിക്കട്ടെ. സ്നേഹത്തോടു കൂടിയിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.